ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് വാല്യൂസ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഇത് ഉപയോഗിക്കുന്നത് കൊടുക്കുന്ന ഒബ്ജക്റ്റിനെ സ്വന്തമായുള്ള പ്രോപ്പർട്ടീസ് വാല്യൂകൾ മുഴുവൻ അറേ രൂപത്തിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കോൺസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റ് 1 എന്ന് ചേർത്ത് കൊടുത്തു. ഒബ്ജക്റ്റ് 1 ഈക്വൽ ടു എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് വാല്യൂസ് ചേർത്ത് കൊടുക്കണം. A: ഇട്ടതിന് ശേഷം സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് രാഹുൽ എന്ന് ചേർത്ത് കൊടുത്തു, കോമ ഇട്ടു. അതിനുശേഷം ബി എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം തന്നെ നമ്മളൊരു സ്ട്രിങ് വാല്യൂ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മളൊരു ഡിജിറ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിജിറ്റ് ആവുകൊണ്ട് നമുക്ക് നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അടുത്തത് നമ്മളൊരു ബൂളിയൻ വാല്യൂ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ബൂളിയൻ വാല്യൂ ഫാൾസ് എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് അറ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, മുകളിൽ നമ്മൾ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ഇവിടെ വെച്ച് ഒബ്ജക്റ്റ് ബ്രാക്കറ്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇനി നമ്മളിവിടെ വന്ന് കൺസോൾ ഡോട്ട് ലോഗ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റ് ഡോട്ട് വാല്യൂസ് എന്ന് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുക്കേണ്ട ഒബ്ജക്റ്റ് 1 എന്നതിൻ്റെയാണ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒബ്ജക്റ്റ് 1 എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്ത വാല്യൂസുകളൊക്കെ നമുക്ക് 1 by 1 ആയിട്ട്, അതായത് രാഹുൽ എന്നുള്ള സ്ട്രിങ്ങും അതേപോലെ തന്നെ 0 എന്നുള്ള നമ്പറും അതേപോലെ തന്നെ പാൾസ് എന്ന ബൂളിയൻ വാല്യൂവും നമുക്ക് ഇവിടെ വന്ന് പ്രിന്റ് ചെയ്തു വരും. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്തു നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിന് ആദ്യം തന്നെ നമുക്ക് ഒബ്ജക്റ്റ് ഡോട്ട് വാല്യൂസ് ഇട്ടതിന് ശേഷം ഈക്വൽ ടു ഇവിടെ വന്ന് ഒരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫംഗ്ഷൻ എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒബ്ജക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇതിനെ നമ്മൾ വേരിയബിൾ നെയിം ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാല്യൂസ് ആണ്. ഇതൊരു അറേ ആയി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അറേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഇനി ഒരു ഫോർ ലൂപ്പ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 4 ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു വാർ. അതിൻ്റെ പേര് നമ്മളിവിടെ വന്ന് പ്രോപ്പർട്ടി എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇനി ഇവിടെ വന്ന് ഇതിന് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് വാല്യൂ പുഷ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വാല്യൂ ഇട്ടതിന് ശേഷം പുഷ് എന്നിട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് നമ്മൾ കൊടുത്ത ഒബ്ജക്റ്റിൻ്റെ പേരാണ് ഒബ്ജക്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ കൊടുത്ത അറേൻ്റെ ഉള്ളിലേക്കായിട്ട് മാറാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ആ പ്രോപ്പർട്ടി എന്നുള്ളത് കൂടി ചേർത്ത് കൊടുക്കുന്നു. പ്രോപ്പർട്ടി എന്ന് ചേർത്ത് കൊടുത്ത് ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് റിട്ടേൺ ഇട്ടതിന് ശേഷം റിട്ടേൺ വാല്യൂസ് എന്ന് നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. വാല്യൂസ് എന്നിട്ടതിന് ശേഷം സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഒരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേര് നമ്മൾ FOO എന്ന് ചേർത്ത് കൊടുത്തു. ഇഷ്ടമുള്ളത് എന്താണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വാല്യൂസ് A:1 എന്നും B:2 എന്നും C:3 എന്നും നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചേർത്തതിന് ശേഷം ഇവിടെ വന്ന് ഇത് സെമിക്കോളം വെച്ച് നമ്മളിവിടെ വന്ന് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, മുകളിലുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് നമുക്കിവിടെ വന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൺസോൾ ഡോട്ട് ലോഗ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റ് നമ്മൾ കൊടുത്തത് ഒബ്ജക്റ്റിൻ്റെ പേരാണ്. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കൺസോൾ ഡോട്ട്
ലോഗ്, അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റ്, നമ്മൾ മുകളിൽ ഒരു ഒബ്ജക്റ്റായിട്ട് തന്നെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കാം. ഡോട്ട് വാല്യൂസ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ കൊടുത്ത ഫംഗ്ഷൻ്റെ പേരെന്താണെങ്കിൽ അത് നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് റൺ ചെയ്യിക്കുമ്പോൾ നമ്മൾ ഇതിൽ 16ാമത്തെ ലൈനിൽ ഒരു എറർ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഈ പ്രോഗ്രാമിൽ കുറച്ച് എറർ ഉണ്ട്. അപ്പോൾ ആ എറർ എന്തൊക്കെയാണെന്ന് ശരിയാക്കി തരാം. ഒന്നാമത്തെ എറർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വന്ന് വാല്യൂസ് എന്ന് ചേർത്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ വാല്യൂസ് എന്ന് ചേർത്ത് കൊടുത്തുകൊണ്ട് ഇവിടെയും നമ്മൾ വാല്യൂസ് എന്ന് തന്നെ ചേർത്ത് കൊടുക്കണം. അതേ രൂപത്തിൽ തന്നെ ഇവിടെ നമ്മൾ ഈ ഓപ്പൺ ചെയ്ത ഈ ബ്രാക്കറ്റ് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് അവസാനിപ്പിക്കേണ്ടത്. അതേപോലെ ഈ റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിവിടെ വന്ന് വാല്യൂസ് ആണ്. ഈ വാല്യൂസ് എന്നുള്ള അതേ തന്നെയാണ് നമ്മൾ ഇവിടെയും ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത വാല്യൂസ് ആയിരിക്കും നമുക്ക് ഇവിടെ വന്ന് കൺസോളിൻ്റെ ഉള്ളിൽ ഓരോന്ന് 1 2 3, അതായത് ഇവിടെ നമ്മൾ ഈ കൊടുത്ത വാല്യൂ ആണ് നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഏതാനും കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഒബ്ജക്റ്റ് എങ്ങനെ ജാവാസ്ക്രിപ്റ്റിൽ ഹാൻഡിൽ ചെയ്യുക എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് ഇതുപോലെ വീണ്ടും കാണാം.